ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ട യൂണിക്കോൺ വണ്ടിയുടെ വർക്ക് കംപ്ലീറ്റ് ആയിരുന്നു. നിലവിൽ നമുക്ക് അതിൻ്റെ ചെയിൻ സ്പോക്കറ്റ് കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു, അത് മാറ്റിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഫ്രണ്ട് ഡിസ്ക് ബ്രേക്കിൻ്റെ MC കംപ്ലയിൻ്റ് ഒക്കെ ആയിട്ട് അതൊക്കെ ക്ലിയർ ചെയ്ത് കോൺസെപ്റ്റൊക്കെ മാറ്റിയൊക്കെ റെഡിയാക്കി വന്നതാണ്. മൈലേജിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എയർ ഫിൽറ്റർ പ്ലഗൊക്കെ നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഹെഡിൻ്റെ സൈഡിൽ ലീക്കേജ് ഉണ്ടായിരുന്നു, അത് ക്ലിയർ ചെയ്തിട്ടുണ്ട്. കാർബറേറ്ററൊക്കെ അഴിച്ച് ക്ലീൻ ചെയ്തതാണ്. പക്ഷേ കാർബറേറ്ററിൻ്റെ ഈ ഭാഗം നോക്കുമ്പോഴുണ്ടല്ലോ, അത് ഇവിടെ ചെറുതായിട്ടൊരു ലീക്കേജ് കാണുന്നുണ്ട്. അതായത് ഓവർഫ്ലോ, പെട്രോൾ ഓവർഫ്ലോ തന്നെയാണ്. അത് നമ്മളിപ്പോൾ അഴിച്ച് വീണ്ടും രണ്ടാമത് അഴിച്ച് ക്ലീൻ ചെയ്ത് വീണ്ടും റീസെറ്റ് ചെയ്തിട്ടു. ഈ ഫ്ലോട്ടിൻ്റെ ഈ വാൽവ് നമുക്ക് മാറ്റിയിട്ടു. കാരണം ഈ വാൽവ് ഒന്ന് അടയണ ഭാഗത്ത് സീറ്റിങ്ങിൽ ചെറിയൊരു ഒരു ഫംഗസ് പോലെ ഒരു ഐറ്റം ആണ് ഇരിക്കുക. അപ്പോൾ നമ്മൾ ക്ലീനർ വെച്ച് ക്ലീൻ ചെയ്യണ സമയത്ത് അതാണ് പൊളിഞ്ഞു പോകും. അപ്പോൾ സാധാരണ രീതിയിൽ നോർമൽ അങ്ങനെ വരാറില്ല. അപ്പോൾ ഇതിന് ചെറിയൊരു നനവ് കാണിക്കുന്നുണ്ട് ഇതിനകത്ത്. അപ്പോൾ ഈ കണ്ടീഷനിൽ കൊണ്ടുപോയാൽ നമുക്ക് എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ പെട്രോൾ ഇങ്ങനെ കുറേ നേരം ഇരിക്കുന്ന സമയത്ത് ഓവർഫ്ലോ ഒന്ന് പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നിലവിൽ നമ്മൾ അയക്കണേക്കാളും മുമ്പ് തന്നെ പറഞ്ഞിരുന്നു കാർബറേറ്ററിൻ്റെ ഒരു ചെറിയ പ്രോബ്ലം വരാൻ സാധ്യതയുള്ള രീതിയിൽ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ അങ്ങനെ കംപ്ലയിൻറ്റ് കിട്ടാറുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ആ രീതിയിൽ പറഞ്ഞതിൻ്റെ കേസ്. അപ്പോൾ നിലവിൽ നമുക്കൊന്ന് ചെയ്യാൻ പറ്റുകയെന്ന് വെച്ചാൽ ഒന്നുമല്ല കാർബറേറ്റർ അസംബ്ലി നമുക്ക് മാറ്റി പുതിയത് വയ്ക്കണം. നമുക്ക് ഇച്ചിരി കോസ്റ്റ്ലി യൂണിക്കോണിൻ്റെ ഒക്കെ പറയുമ്പോൾ ഏകദേശം ഒരു 5000-5500 നമുക്ക് റേഞ്ച് തന്നെയാണ്. അതല്ലെങ്കിൽ നമുക്ക് ഈ കാർബറേറ്ററിൻ്റെ ഈ യൂണിറ്റ് കാർബറേറ്റർ പടി അയച്ച് ലെയ്ത്ത് വർക്ക്ഷോപ്പിൽ കൊടുത്താൽ അത് ഇവിടെ അടുത്തില്ല. നമുക്കത് ഒരുവിധം ക്ലിയറായിട്ട് ചെയ്യുന്നത് തൃശ്ശൂർ സൈഡുള്ളൂ. അവിടെ കൊടുത്തു കഴിഞ്ഞാൽ അത് ക്ലിയർ ചെയ്ത് കിട്ടും. പക്ഷേ 100% അവർ ഗ്യാരണ്ടി ഒന്നും പറയില്ല. എന്നെഴുതിയിട്ട് നമ്മൾ ചെയ്തിട്ട് ഇതുവരെ കംപ്ലയിൻറ്റ് വന്നിട്ടുമില്ല. അപ്പോൾ ഓൾറെഡി ഗ്യാരണ്ടി ചെയ്യുന്നവർക്കല്ല, എന്നാൽ പോലും നമുക്ക് നമ്മുടേതായ റിസ്ക് ഉണ്ട്. പക്ഷേ നമുക്കതൊന്ന് ചെയ്ത് നോക്കണമായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. കാരണം ഈ രീതിയിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ വീണ്ടും പെട്രോൾ ഓവർഫ്ലോ ആയിട്ട് പോകണ്ടോ നമ്മളറിയില്ല. മൈലേജിൻ്റെ കേസ് ക്ലിയറായിട്ട് നമുക്ക് അറിയാനും പറ്റില്ല. അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്തിട്ട് കൊണ്ടുപോകണമായിരിക്കും നല്ലത് കേട്ടോ. അപ്പം ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിൽ അയച്ചിടാം. അപ്പോൾ നോക്കിയിട്ടൊന്ന് പറയേ. കാരണം അതിപ്പോൾ ലെയ്ത്തിലേക്ക് നമ്മളൊന്നിപ്പോൾ കൊടുത്താലും ഒരു പക്ഷേ നാളെ വൈകിട്ടൊക്കെ നമുക്കത് ക്ലിയർ ചെയ്ത് കിട്ടുള്ളൂ. അപ്പോൾ അതിന് ശേഷമാണ് നമുക്ക് ഡെലിവറി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് കണക്കാക്കിയിട്ട് വേറെ വണ്ടി അറേഞ്ച് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതും കൂടി കൂട്ടത്തിൽ ക്ലിയർ ചെയ്ത് പോകണമായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഓക്കെ.